ദേവഗൗഡയുടെ പാർട്ടിയുമായി ഞങ്ങളുടെ പാർട്ടിക്കുള്ള ബന്ധം ഒഴിവാക്കാൻ തീരുമാനിച്ചു. അധികാരത്തിലുള്ള കക്ഷി അതിൻ്റെ ഘടകം യോഗം ചേർന്ന് അവരും ദേവഗൗഡയുടെ കക്ഷിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി ഈ തരത്തിലുള്ള സമീപനങ്ങളുമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഇതാണ് കേരളത്തിലെ ജനതാദൾ ആ സംഘടന സ്വീകരിക്കുന്ന സമീപനം. ഇത് നമ്മൾ പണ്ടും സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കേരളത്തിൽ ഇത് ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ജനതാദളാണ്. അപ്പോൾ മറ്റേ കക്ഷി ഒരു അധികാരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് നടന്ന് മെമ്പർമാരെ MLA-മാരാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാരാകുന്ന നമ്മളതല്ല. അവരെ അടക്കമുള്ളവരെ നിയമസഭ അവർ മത്സരിച്ച് സഭയിലേക്ക് എത്തിക്കുന്ന ഘടകത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ നിലക്ക് പ്രതീക്ഷിക്കുന്നു ഒരു കക്ഷി എന്നുള്ള നിലക്ക് അവർ കേരളത്തിലെ ജനതാദൾ സംഘടന എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന കക്ഷി ഞങ്ങളാണ്. അവരേതായ രൂപത്തിൽ അവർ സ്വീകരിക്കാൻ സാധിക്കാത്ത ഘടകങ്ങളെ ഒന്നും അവർ സ്വീകരിക്കരുത്. അല്ലേ? അല്ല, അത് ഞാൻ പറയുന്നത് അവർക്ക് സ്വാഭാവികമായിട്ട് അത്രയേ സാധിക്കൂ. ഒരു ജനതാദളിൻ്റെ ആ ഘടകമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ ദേവഗൗഡയുടെ കക്ഷി ഈ BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അതിനെതിരായുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റിലുള്ള ഗവൺമെൻറ് അവരും ഇതിനല്ലേ ഈ നിലപാട് സ്വീകരിച്ച്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സ്വാഭാവികമായി ഒരു കക്ഷി എന്നുള്ള നിലക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമെന്ന നിലക്ക് അതിന് പുറമെയും BJP-യുമായി ബന്ധപ്പെട്ട്, കാരണം BJP-യോടുള്ള എന്ത് വെറുപ്പ് അത് ഇതൊന്നുമല്ല. വിവിധ കക്ഷികൾ ഞങ്ങൾ സഹകരിക്കാൻ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കാത്ത ഒരു കക്ഷിയാണ് BJP. ആ BJP-യുമായി യോജിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും അത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് ആ തരത്തിൽ ഏതെല്ലാം നിലപാടിലാണോ ഞങ്ങളെ ആക്ഷേപിച്ചിട്ടൊന്നും ഫലമില്ല. ഞങ്ങളാരും ഇതിന് ഒരു പങ്കുവഹിച്ചതല്ല. മുൻകൂട്ടി ഉണ്ടായിരുന്നത് അവരാണ്, ഞങ്ങളല്ല. പക്ഷെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ജനതാദൾ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ഞങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഈ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിൽ ഞങ്ങൾ പരമാവധി പ്രവർത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. എല്ലാ ഭാഗത്തും സംസ്ഥാനത്തിലെ മിക്കവാറും ജില്ലകളിലും ജനതാദളിൻ്റെ യോഗങ്ങൾ ചേരുന്നു. ആ യോഗങ്ങൾ ചേർന്നുകൊണ്ട് ഈ സാഹചര്യത്തെ അഭിമുഖീകരിക്കാൻ ആവശ്യമായത് ജനതാദൾ ഒരു കക്ഷി എന്നുള്ള നിലക്ക് ഞങ്ങൾ പരിശ്രമിക്കുന്നു.